എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. സൽവാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഐ ജസ്റ്റ് റിമെമ്പേർഡ് വാട്ട് മൈ മദർ ടോൾഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് അതിലൊന്നും കമന്റ് പറയാനില്ല. ബട്ട് സ്റ്റിൽ മൈ മദർ സാരിയിൽ നിന്നും വാർഡ്രോബ് ചേഞ്ച് ചെയ്ത് സൽവാറിലോട്ട് മാറിയത് 2021 കോവിഡ് തുടങ്ങി വാക്സിനേഷൻ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഒരു ദിവസം വാക്സിനേഷൻ എടുക്കാൻ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടുന്ന് കുളിച്ച്, പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നോണ്ട് കുളിച്ച് ഫുൾ ഡ്രസ്സൊക്കെ മാറുമല്ലോ. അപ്പൊ അതുപോലെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ്സില്ല. കാരണം എന്റെ ബ്ലൗസ് ഒന്നും അങ്ങനെ പുള്ളിക്കാരിക്ക് ഫിറ്റ് ആവത്തില്ല. അപ്പൊ ഞാനൊരു സൽവാർ എടുത്തു കൊടുത്തു. അതിന് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ സൽവാറും ലെഗിൻസും ദുപ്പട്ടയും കൊടുത്തു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അതിട്ടപ്പോ പുള്ളിക്കാരി കാണാൻ നല്ല നീറ്റായിരുന്നു. എല്ലാരും പറഞ്ഞ കൊള്ളാലോ, അമ്മൂമ്മയെ കാണാൻ നല്ല രസമുണ്ട്, സാരി ഉടുക്കുന്നതിനേക്കാൾ നല്ല രസമുണ്ട്, ചെറുപ്പമായിട്ടിരിക്കുന്നു. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ എന്റെ അമ്മയുടെ വാർഡ്രോബ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. സൽവാസ് കളക്ഷൻ ഞാൻ ഇപ്പോ എത്നി ബീച്ച് തയ്ക്കാൻ പോകും. എനിക്കുള്ള പോലെ തയ്ച്ചില്ലേ. പറഞ്ഞ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ മേടിച്ച് വിതിൻ എ ഫ്യൂ ഇയേഴ്സ് എത്രത്തോളം സൽവാസ് ഐ ഡോണ്ട് നോ ഹൗ മെനി. ഞാൻ പലപ്പോഴും എത്നി ബീച്ചിലൊക്കെ പോയിട്ട് അവിടെ തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ആവശ്യമല്ലേ മാഡം മദറിനെ തച്ചത്, അതൊക്കെ ഇട്ടോ? ഞാൻ പറഞ്ഞില്ല, ഇട്ടില്ല. പുള്ളിക്കാരി അതൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. കിടതരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. മരിച്ച് 4-ന്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തോണ്ട് പോയി. എന്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവള് കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. ട്രാവൽ ഏജൻസി. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറെ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യന്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി ഓരോ പ്രാവശ്യം ഞാൻ ഇല്ലാത്ത നോക്കി മേടിച്ച് സോ ദാറ്റ് ഇവ ഏത് കളർ എന്ന് നമ്മൾ പറഞ്ഞാലും അതൊക്കെ എടുക്കാൻ ഉണ്ടാവുന്ന പോലെ ഞാൻ റെഡിയാക്കി കൊടുക്കുന്നത്. നിന്റെ അപ്പൻ വിശ്വസിച്ചു. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ.